പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ട് മടങ്ങുന്ന സമയത്ത് അപകടകരമായ രീതിയിൽ കാർ റേസിംഗ് നടത്തിയ സംഘത്തെ പോലീസ് പിടികൂടി. റേസിംഗ് തടയാൻ ശ്രമിച്ച ബേക്കൽ പ്രൊബേഷണൽ എസ്ഐ പ്രിൻസ് ജോണിനെ സംഘം ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ 6 ആഡംബര കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചൊവ്വാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിലുള്ള പരിപാടിയുടെ പ്രചരണത്തിനെന്ന വ്യാജേനയാണ് ഒരു കൂട്ടം യുവാക്കൾ കാറുകളുമായി സ്കൂൾ മൈതാനത്തേക്ക് ഇരച്ചു കയറിയത്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം പ്രകടമാക്കുന്നതിനായി പ്രശസ്ത താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിത്രമുള്ള CR7 സ്റ്റിക്കറുകൾ പതിപ്പിച്ച കാറുകളാണ് അപകടകരമായ ഈ അഭ്യാസ പ്രകടനത്തിന് ഉപയോഗിച്ചത്. സ്കൂൾ വിട്ട സമയമായതിനാൽ ഗ്രൗണ്ടിലും പരിസരത്തും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വലിയ തിരക്കുമുണ്ടായിരുന്നു. പുറത്തുനിന്നുമെത്തിയ സംഘം യാതൊരു അനുമതിയുമില്ലാതെയാണ് മൈതാനത്ത് അതിക്രമിച്ചു കയറിയത്. അമിത വേഗത്തിൽ കാറുകൾ പായുന്നത് കണ്ട് ഭയന്ന അധ്യാപകരും നാട്ടുകാരുമാണ് ഉടൻ തന്നെ ബേക്കൽ പോലീസിൽ വിവരമറിയിച്ചത്. വിവരമറിഞ്ഞ് ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷണൽ എസ്ഐ പ്രിൻസ് ജോണും സംഘവും സ്ഥലത്തെത്തി. റേസിംഗ് അവസാനിപ്പിച്ച് വാഹനങ്ങൾ പുറത്തേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് സംഘർഷമുണ്ടായത്. റേസിംഗിൽ പങ്കെടുത്ത കാർ തടഞ്ഞ് ഡ്രൈവറോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ അസഭ്യം വിളിക്കുകയും SIയെ കോളറിൽ പിടിച്ച് തള്ളുകയും നെഞ്ചിൽ ഇടിക്കുകയും ചെയ്തതായി FIRൽ പറയുന്നു. മറ്റൊരാൾ കാറിന്റെ താക്കോൽ ഉപയോഗിച്ച് SIയുടെ കയ്യിൽ കുത്തിയെന്നും കൈപിടിച്ച് തിരിച്ച ശേഷം നിലത്തിട്ട് ചവിട്ടിയെന്നും ആരോപണമുണ്ട്. ആക്രമണം തടയാൻ ശ്രമിച്ച CPO അർജുനെയും ഡ്രൈവർ CPO കൃഷ്ണൻകുട്ടിയെയും സംഘം മർദ്ദിച്ചതായും പോലീസ് പറയുന്നു. വിവരമറിഞ്ഞ് ഇൻസ്പെക്ടർ MK അനിൽകുമാർ കൂടുതൽ പോലീസ് സംഘവുമായി സ്ഥലത്തെത്തി. തുടർന്ന് ബലം പ്രയോഗിച്ചാണ് 5 പേരെ കസ്റ്റഡിയിലെടുത്തത്. പരിക്കേറ്റ SI പ്രിൻസ് ജോണിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. P. അബ്ദുൽ ഖാദർ, മുഹമ്മദ് ഷിജാസ്, ഇസ്തിയാഖ് മഹ്മൂദ്, മുഹമ്മദ് ഗൈസ്, CV തസ്ലീം എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. രാത്രിയോടെ തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുസ്ഥലത്ത് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ വാഹനമോടിച്ചതിനും പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും സ്കൂൾ പരിസരത്തെ CCTV ക്യാമറ ദൃശ്യങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു യുവാക്കളുടെ ഈ മരണപ്പാച്ചിൽ. നാട്ടുകാരുടെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശന നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.